ഹലോ ഹായ് നമസ്കാരം. മർച്ചന്റ് നേവിക്കാരെ പറ്റി എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്ത് സുഖമാണ്, കപ്പലിൽ നല്ല സുഖമല്ലേ, യൂണിഫോം ഇട്ട് നടക്കാം, പല രാജ്യങ്ങളിലും പോവാം, ഇഷ്ടംപോലെ ലീവ് ഉണ്ട്, ശമ്പളമുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ. സ്ട്രഗിൾസിനെ പറ്റി ആരും പറയാറില്ല. അപ്പൊ എല്ലാ സ്ട്രഗിൾസിനെ പറ്റിയും അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് ഓഫ് മർച്ചന്റ് നേവിയെ പറ്റി ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അതൊരു ഫുൾ റീൽ ചെയ്താൽ ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല. അപ്പം അതൊന്നുമില്ലാതെ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ആണ്. ഇപ്പം ജിയോ എല്ലാം നാട്ടിൽ വന്നതോട് കൂടിയിട്ട് നമ്മൾ ഇന്റർനെറ്റിന്റെ ആ ഒരു അഡിക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ നാട്ടിൽ ഒരു 3-4 മാസം നിന്നിട്ട് തിരിച്ച് കപ്പലിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇന്റർനെറ്റ് എത്രയാണെന്ന് അറിയാമോ? പലപ്പോഴും മുമ്പൊക്കെ 100 MB പെർ വീക്ക് ആയിരുന്നു, പിന്നീട് 200 MB ആയത്, പിന്നെ 500 MB ആയി, പിന്നീട് മാസത്തിൽ 1 GB ആയി. ചില കപ്പലുകളിൽ മാസത്തിൽ ഇപ്പോഴും 1.5 GB ആണ്, 2 GB ആണ് മാസത്തിൽ. ഒരു മാസത്തിലെ കൺസംഷൻ ആണ് 2 GB വരെ. പിന്നെ ചില ഷിപ്പുകളിൽ ഇത് മണിക്കൂറുകൾ, 1 മണിക്കൂർ ഒരു ദിവസം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു ദിവസം യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ അൺലിമിറ്റഡ് ആയി ഇന്റർനെറ്റ് കൊടുക്കുന്ന വളരെ റെയർ ആയിട്ടുള്ള കമ്പനീസേ ഉള്ളൂ. അതുകൂടാതെ നാട്ടിൽ നമുക്ക് വിളിക്കുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യും 10 സെക്കൻഡ് ഡിലേ ആയിട്ട് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്യും, ഇവിടെ ഇന്റർനെറ്റ് സ്പീഡ് കുറവാണ്, അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു കണക്ഷനിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കപ്പലിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾ ഇപ്പോൾ കപ്പലിൽ എങ്ങനെയാണ് ഇന്റർനെറ്റ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. പക്ഷേ ഇപ്പോഴുള്ള എൻ്റെ കപ്പലിലുള്ള നമ്മളുടെ ഒരു ഇന്റർനെറ്റ് സ്പീഡ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ആവും. നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളെത്തുമ്പോൾ സാറ്റലൈറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് കുറച്ചൊക്കെ മാറുമെങ്കിൽ പോലും, എന്നിരുന്നാലും ഇപ്പം ഒരു അത്യാവശ്യം ഏകദേശം ഒരു സ്പെസിഫിക്കേഷൻ ഒരു സെന്ററിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇന്റർനെറ്റിന്റെ സ്പീഡ് നോക്കിയാൽ ലക്കിയാണ്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇല്ലാത്തടത്തുനിന്ന് ഇന്നിപ്പോൾ ഇത്രയെങ്കിലും ഇന്റർനെറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ വളരെ ലക്കിയാണ്. എല്ലാം അപ്ഗ്രേഡ് ചെയ്യാണ്. നാളെ ചിലപ്പോൾ മച്ച് ബെറ്റർ ആയിട്ട് സിസ്റ്റം വരാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പം അറ്റ് ദിസ് മൊമെന്റ് എൻ്റെ ഷിപ്പിൽ ഇപ്പം നിങ്ങൾക്കുള്ള ഒരു ഇന്റർനെറ്റിന്റെ സ്പീഡ് ഒന്ന് നോക്കിയാലോ, ഒരു സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം വരും. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊന്നല്ല, ഗൂഗിളിൽ പോയി ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് എന്ന് അടിച്ചപ്പോൾ സ്പീഡ് ടെസ്റ്റിൻ്റെ AI സ്ക്രീൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ടെസ്റ്റിന് കൊടുത്തു, വന്നൊരുങ്ങിയിരിക്കുകയാണ്. 1.2 MB per second. ഇത് എപ്പോഴും ഇത്രയും കിട്ടിക്കൊണ്ട് ഇത്ര പോലും കിട്ടണമെന്നില്ല. ഇപ്പോൾ അത്യാവശ്യം ആരും യൂസ് ചെയ്യാത്തൊരു ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡ് കാണിക്കുന്നുണ്ട്. 1.11 നമുക്ക് ഡൗൺലോഡ് സ്പീഡും. ഇനിയിപ്പോൾ അപ്ലോഡ് സ്പീഡ് നോക്കാം. അയ്യോ, ഒട്ടും ജീവനില്ല. എനിവേ ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 MB per second. ഓൾമോസ്റ്റ് 1 MB per second. അതെ, 1.02 ഞങ്ങളുടെ അപ്ലോഡ് സ്പീഡുമാണ് ഞങ്ങൾക്ക് ഷിപ്പിൽ പ്രസന്റ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഷിപ്പിൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് കണ്ടല്ലോ. ഷിപ്പിൽ ഇത്രയേ ഉള്ളൂ ഇന്റർനെറ്റിന്റെ സ്പീഡ്. ഇന്ന് ഇത്രയെങ്കിലും ഉണ്ട്. പണ്ട് ഇതും ഉണ്ടായിരുന്നില്ല, ഇത്രയും നെറ്റ്വർക്കും ഉണ്ടായിരുന്നില്ല, ഇത്ര കൺസ്യൂം ചെയ്യാനുള്ള കണക്ഷൻസും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇത്ര ബെറ്റർ ആയിട്ടുണ്ട്, നാളെ ഇതിലും ബെറ്റർ ആവും. പക്ഷേ അറ്റ് പ്രസന്റ് ഇതാണ് നമ്മളുടെ കപ്പലിലെ ഇന്റർനെറ്റ് സ്പീഡ്. അപ്പം നാട്ടിൽ നിന്ന് എല്ലാവരും മർച്ചന്റ് നേവിയിലേക്ക് വരണം എന്നൊക്കെ പറയുന്ന ആൾ ഒരുപാട് നാട്ടിൽ വന്നിട്ട് റീൽസ് എടുത്ത് അങ്ങോട്ട് തകർക്കാന്നൊക്കെ കരുതിയിട്ടാണെങ്കിൽ, ഷിപ്പിൽ വന്നിട്ട് റീൽസ് ഒക്കെ തകർക്കാന്നൊക്കെ കരുതിയിട്ടാണെങ്കിൽ there is one limitation. ഇന്റർനെറ്റ് സ്പീഡ് ആൻഡ് അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്.